അപ്പോൾ മക്കളെ നമുക്കിന്ന് പഠിക്കാനുള്ളത് നമ്മുടെ സെക്കൻഡ് ചാപ്റ്ററാണ്. നമ്മുടെ സെക്കൻഡ് ചാപ്റ്ററായ യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻ്റ് ആണ് നമുക്കിന്ന് പഠിക്കേണ്ടത്. ശരിയല്ലേ? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഫിസിക്കൽ വേൾഡ് പഠിച്ചായിരുന്നു. ഫിസിക്കൽ വേൾഡിലെ അത്യാവശ്യം കാര്യങ്ങളെല്ലാം നമ്മൾ പറഞ്ഞു കഴിഞ്ഞതാണ്. അപ്പോൾ ഇന്ന് നമുക്ക് പറയേണ്ടത് യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റ് എന്ന് പറഞ്ഞ ചാപ്റ്ററിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ മാത്രമായിരിക്കും ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിനകത്ത് തന്നെ പേര് തന്നെ അറിയാലോ, നമുക്ക് യൂണിറ്റ്സ് എന്തുവാണെന്ന് ഏറ്റവും ആദ്യം പഠിച്ചെടുക്കണം. ആൻഡ് ദെൻ വി വിൽ ഗോ ഫോർ മെഷർമെൻറ്റ്സ്. അപ്പോൾ യൂണിറ്റ്സിനെ കുറിച്ചൊരു കൃത്യമായ ധാരണ ഉണ്ടാക്കിയെടുക്കണം. എന്നാൽ മാത്രമേ നമുക്ക് മെഷർമെൻറ്റ് പഠിച്ചിട്ട് കാര്യമുള്ളൂ. അപ്പോൾ യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റിനകത്ത് നിന്ന് എപ്പോഴും എക്സാംസിന് ചോദിക്കുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡൈമെൻഷൻസ് ആണ്. എപ്പോഴും ഡൈമെൻഷൻസിന് ഭയങ്കര ഇമ്പോർട്ടൻസ് ആണ് കൊടുക്കുന്നത്. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിലൂടെ നിങ്ങൾ ഡൈമെൻഷൻസ് എന്തുവാണെന്ന് കൃത്യമായി മനസ്സിലാക്കും. അല്ലെ ഓരോ ഫിസിക്കൽ ക്വാണ്ടിറ്റിയും അല്ലെ ക്വാണ്ടിറ്റിയും നിങ്ങൾ എഴുതുമ്പോൾ അതിൻ്റെ യൂണിറ്റ് സ്പെസിഫൈ ചെയ്യണമെന്ന് നമ്മൾ പറയാറുണ്ട്. അതായത് നമ്മുടെ പേര് എഴുതുമ്പോഴത്തേക്ക് നമ്മുടെ പേരിനോട് ഇനിഷ്യൽ പറയാറില്ലേ, അതേപോലെയാണ് ഓരോ ക്വാണ്ടിറ്റിയും നിങ്ങൾ പറയുമ്പോൾ അതിൻ്റെ യൂണിറ്റ് നിങ്ങൾ കൃത്യമായി പറഞ്ഞിരിക്കണം. കാരണം നിങ്ങൾ അല്ലെങ്കിൽ അതിൻ്റെ ഐഡൻറ്റിറ്റിയാണ് നശിപ്പിക്കുന്നത്. നമ്മൾ പലപ്പോഴും മാസ് പറയാൻ നേരം 4 അല്ലെ 5 എന്ന് പറയും. തെറ്റാണ്. നമ്മൾ കിലോഗ്രാം എന്നതിൻ്റെ കൂടെ ചേർക്കണം. ശരിയല്ലേ? നമ്മൾ വെയിറ്റ് പറയുമ്പോൾ നമ്മൾ ന്യൂട്ടണിലാണ് പറയേണ്ടത്, അല്ലെ കിലോഗ്രാം പെർ മീറ്റർ സെക്കൻഡ് സ്ക്വയർ, മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ, അങ്ങനെയൊക്കെയാണ് നമ്മൾ പറയേണ്ടത്. പക്ഷെ നമ്മൾ അതൊക്കെ പറയാറുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. അത് പറയാറില്ലെങ്കിൽ ഈ ഒരു ചാപ്റ്റർ പഠിച്ചു കഴിയുമ്പോൾ നമ്മൾ എല്ലാ ക്വാണ്ടിറ്റിയുടെയും യൂണിറ്റ്സ്, ഡൈമെൻഷൻസ് എല്ലാം കവർ ചെയ്തിട്ടുണ്ടായിരിക്കും. ഓക്കെ അല്ലേ? അപ്പോൾ നമുക്ക് നമ്മുടെ ക്ലാസ്സിലേക്ക് പോകാം. ഇന്ന് നമ്മൾ പഠിക്കുന്നത് യൂണിറ്റ്സിനെ കുറിച്ചായിരിക്കും. ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ പോലെ യൂണിറ്റ്സ് എന്താണെന്ന് നമ്മൾ ഇന്ന് മനസ്സിലാക്കാൻ പോവുകയാണ്. ഓക്കെ, യൂണിറ്റ്സ്. അപ്പോൾ യൂണിറ്റ്സ് പറയുന്നതിന് മുമ്പ് എന്താണ് ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റി എന്ന് നമുക്ക് ഏറ്റവും ആദ്യം പറഞ്ഞു വെക്കാം. എന്താണ് ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റി? ഫിസിക്കൽ ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതാണ് നമ്മൾ ഏറ്റവും ആദ്യം മനസ്സിലാക്കുക. വാട്ട് ഈസ് എ ഫിസിക്കൽ ക്വാണ്ടിറ്റി? ഞാൻ ഏറ്റവും എളുപ്പത്തിൽ ഫിസിക്കൽ ക്വാണ്ടിറ്റി ഒന്ന് റെപ്രസെൻറ്റ് ചെയ്യാം. ഫിസിക്കൽ ക്വാണ്ടിറ്റിയെ ഞാൻ റെപ്രസെൻറ്റ് ചെയ്യാൻ പോകുന്നത് n മൾട്ടിപ്ലൈഡ് ബൈ യു. n മൾട്ടിപ്ലൈഡ് ബൈ യു, NU എന്ന് പറഞ്ഞായിരിക്കും ഞാൻ എല്ലാ ഫിസിക്കൽ ക്വാണ്ടിറ്റിയും റെപ്രസെൻറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ചോദ്യം എന്തുവാ ഈ n, എന്തുവാ യു? ശരിയല്ലേ? n എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ന്യൂമറിക്കൽ വാല്യൂ ആണ്. എന്താണ്? ഒരു ന്യൂമറിക്കൽ വാല്യൂ, അതായത് ഒരു നമ്പർ ആയിരിക്കും. യു എന്ന് പറയുമ്പോൾ ഇവിടെ യൂണിറ്റ് ആണ് ഉദ്ദേശിക്കുന്നത് മക്കളെ, യൂണിറ്റ്. അപ്പോൾ ചോദ്യം എന്തുവാ ഈ യൂണിറ്റ്? യൂണിറ്റ് ഈസ് യൂസ്ഡ് ഫോർ കമ്പാരിസൺ. ഈസ് യൂസ്ഡ് ഫോർ കമ്പാരിസൺ. അപ്പോൾ ചോദ്യം എന്തോ ഈ കമ്പാരിസൺ എന്നുള്ളത് അല്ലേ? ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റിയെ നിങ്ങൾ എപ്പോഴും നിങ്ങൾക്ക് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റുന്നത് n മൾട്ടിപ്ലൈഡ് ബൈ യു എന്ന ഫോർമാറ്റിലാണ്. ഏറ്റവും എളുപ്പത്തിലുള്ള ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. ഫോർ എക്സാമ്പിൾ, താണ്ടെ ഒരാന. ഇതൊരു ആനയാണ്. സങ്കല്പിക്കുക ഇത് ആനയാണ്. അതായത് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല നമുക്ക്. ഇതൊരു എലിഫൻ്റ് ആണെന്ന് വിചാരിച്ചു. ഓക്കെ ആണോ? താണ്ടെ ഇതൊരു ഗോട്ടാണെന്ന് സങ്കല്പിക്കുക. അത് മാത്രമേ ചെയ്യാവൂ. സങ്കല്പിക്കുക ഇതൊരു ഗോട്ടാണെന്ന്, ഇതൊരു എലിഫൻ്റ് ആണെന്ന് സങ്കല്പിക്കുക. ഓക്കെ ആണോ? അങ്ങനെയാണെങ്കിൽ എനിക്ക് വെയിറ്റ് ഓഫ് ദ എലിഫൻ്റ് പറയണം. എന്താണ്? വെയിറ്റ് ഓഫ് ദ എലിഫൻ്റ്. അപ്പം ഞാൻ വെയിറ്റ് ഓഫ് ദ എലിഫൻ്റ് പറയാൻ പോകുന്നത് 150 ടൈംസ് വെയിറ്റ് ഓഫ് ഗോട്ട് ആണെന്നങ്ങ് പറയുക. എന്താണ്? ഗോട്ടിൻ്റെ വെയിറ്റ് എത്ര ആണോ അതിൻ്റെ 150 ടൈംസ് ആണ് വെയിറ്റ് ഓഫ് എലിഫൻ്റ്. ഇതിനെ എക്സാമ്പിളിൽ ഞാൻ എക്സ്പ്രസ് ചെയ്തതേ ഉള്ളൂ. ഒന്ന് ആലോചിച്ച് നോക്കിയേ. നമ്മൾ ആരുടെ വെയിറ്റാണ് പറഞ്ഞത്? നമുക്ക് എലിഫൻറ്റിൻ്റെ വെയിറ്റ് ആയിരുന്നു പറയേണ്ടത്. അതിന് നമ്മൾ എന്ത് ചെയ്യൂ? നമുക്ക് ഗോട്ടിൻ്റെ വെയിറ്റ് അറിയാമായിരുന്നു, നമുക്ക് യൂണിറ്റ് അറിയാമായിരുന്നു, എങ്കിൽ അതിൻ്റെ എത്ര ടൈംസ് ആണെന്ന് അങ്ങ് പറഞ്ഞു എലിഫൻറ്റിൻ്റെ വെയിറ്റ്. അതായത് ഇവിടെ 150 എന്ന് പറയുന്നത് നിങ്ങളുടെ എന്താണ്? n ആണ്. അതായത് ന്യൂമറിക്കൽ വാല്യൂ ആണ്. വെയിറ്റ് ഓഫ് ദ ഗോട്ട് എന്താണ്? നിങ്ങളുടെ യൂണിറ്റ് ആണ്. അതായത് കമ്പാരിസണിന് വേണ്ടി യൂസ് ചെയ്ത സാധനം. ഇവിടെ വെയിറ്റ് ഓഫ് ദ ഗോട്ടാണ് നിങ്ങൾ ഫിക്സ് ചെയ്ത് വെച്ചത്. അല്ലെങ്കിൽ ഇങ്ങനെ പറയാം, വെയിറ്റ് ഓഫ് എ ഹ്യൂമൻ ബീങ് എന്ന് പറയുന്നത് 2 ടൈംസ് വെയിറ്റ് ഓഫ് ഗോട്ട് എന്നങ്ങ് പറഞ്ഞാലും മതിയല്ലോ. സിമ്പിൾ അല്ലേ? ഗോട്ടിൻ്റെ 2 ഇരട്ടി വെയിറ്റ് ആണ് ഒരു ഹ്യൂമൻ്റെ വെയിറ്റ്. അപ്പോൾ നോക്കിക്കേ, വെയിറ്റ് ഓഫ് ദ ഗോട്ട് നമ്മൾ യൂണിറ്റ് അവിടെ ഫിക്സ് ചെയ്ത് വെച്ചു. മാറിയത് എന്ത് മാത്രം? ന്യൂമറിക്കൽ വാല്യൂ. അപ്പം നമുക്ക് എന്ത് കിട്ടി? മറ്റൊരു ഫിസിക്കൽ ക്വാണ്ടിറ്റി കിട്ടി. എന്തുവായിരുന്നു ഫിസിക്കൽ ക്വാണ്ടിറ്റി? വെയിറ്റ് ഓഫ് എ ഹ്യൂമൻ ബീങ് കിട്ടി. അപ്പം ഇത്രേ ഉള്ളൂ മക്കളെ. അപ്പോൾ ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റിയെ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ NU എന്ന് പറഞ്ഞ ഫോർമാറ്റിലാണ് എഴുതുന്നത്. ഇത് എൻട്രൻസിന് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യും നിങ്ങൾ. അപ്പോൾ ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റിയെ ഒരു ന്യൂമറിക്കൽ വാല്യൂ മൾട്ടിപ്ലൈഡ് ബൈ എ യൂണിറ്റ് ആൻഡ് യു വിൽ ഒബ്റ്റെയിൻ എ ഫിസിക്കൽ ക്വാണ്ടിറ്റി. ഞാൻ പറഞ്ഞാൽ മനസ്സിലായല്ലോ? അതിൻ്റെ അടുത്തേക്ക് എക്സാമ്പിൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ? weight of the elephant is equal to 150 times weight of gold.
വേർ 150 എന്ന് പറഞ്ഞ നമ്പറാണ് നിങ്ങളുടെ ന്യൂമറിക്കൽ വാല്യൂ. നമ്മൾ യൂണിറ്റ് അല്ലെ കമ്പാരിസന് വേണ്ടി യൂസ് ചെയ്ത സാധനമാണ് വെയിറ്റ് ഓഫ് ദ ഗോൾഡ്. ക്ലിയർ ആയില്ലേ മക്കളെ? ഓക്കെ ആണല്ലോ? ജസ്റ്റ് ഒന്ന് പോസ് ചെയ്തിട്ട് ഇതൊന്ന് നോട്ട് ചെയ്ത് വെച്ചിരുന്നത് ഇതാണ് നമുക്ക് വേണ്ടത്. ഇതൊന്ന് നോട്ട് ചെയ്ത് വെച്ചിട്ട് എന്നിട്ട് നമുക്ക് ഡെഫിനിഷൻ പറയാം എന്താണ് ഫിസിക്കൽ ക്വാണ്ടിറ്റി എന്നുള്ളത്. ഓക്കെ അല്ലേ? അപ്പം ഞാനിതൊന്ന് തുടയ്ക്കുവാണ്. നമുക്കിനി ഫിസിക്കൽ ക്വാണ്ടിറ്റി എന്തുവാണെന്ന് ഡിഫൈൻ ചെയ്യാം. എന്താണ് ഫിസിക്കൽ ക്വാണ്ടിറ്റി? അതാണ് നെക്സ്റ്റ് നമുക്ക് പഠിക്കുന്നത്. മക്കളെ, ഫിസിക്കൽ ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ anything that can be measured directly or indirectly using an instrument. ഇതാണ് മക്കളെ ഫിസിക്കൽ ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. എന്താ പറഞ്ഞത്? എനിത്തിങ്, എന്തുമായിക്കോട്ടെ നിങ്ങൾക്ക് മെഷർ ചെയ്യാൻ പറ്റുന്നത്, ഒരു ഇൻസ്ട്രുമെന്റ് യൂസ് ചെയ്ത് നിങ്ങൾക്ക് മെഷർ ചെയ്യാൻ പറ്റുന്ന എന്തിനെ നിങ്ങൾക്ക് എന്ത് പറയാം? ഫിസിക്കൽ ക്വാണ്ടിറ്റി എന്ന് പറയാം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ഏറ്റവും സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ഈ സ്കെയിലില്ലേ, നിങ്ങൾ സ്കെയിൽ യൂസ് ചെയ്തിട്ട് എന്താ ചെയ്യുന്നത്? നിങ്ങൾ ലെങ്ത് മെഷർ ചെയ്യാറുണ്ട്, ശരിയല്ലേ? ചിലപ്പോൾ ഒരു ലൈനിൻ്റെ ലെങ്ത് ആയിരിക്കും മെഷർ ചെയ്യുന്നത്. ചിലപ്പോൾ നിങ്ങൾക്ക് ടേബിളിൻ്റെ മെഷർമെൻറ്റ് എടുക്കാൻ പറ്റും, ലെങ്ത് അല്ലേ? അപ്പോൾ സ്കെയിൽ വെച്ച് നിങ്ങൾക്ക് അത് ചെയ്യാൻ പറ്റും അല്ലേ? വെയിങ് സ്കെയിലുണ്ട്, അതിനകത്ത് നിങ്ങളുടെ വെയിറ്റ് മനസ്സിലാക്കാൻ പറ്റും അല്ലെ? മാസ് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പം ഇത്തരം ക്വാണ്ടിറ്റീസ്, ഇതിനെയാണ് നമ്മൾ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് എന്ന് പറയുന്നത്. നമ്മുടെ ഫിസിക്കൽ വേൾഡിൽ എക്സിസ്റ്റ് ചെയ്യുന്ന ക്വാണ്ടിറ്റീസ് ആണ്. ഈ ക്വാണ്ടിറ്റീസിൻ്റെ പ്രത്യേകത നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മെഷർ ചെയ്യാൻ പറ്റും. ഇവരെ മെഷർ ചെയ്യാൻ പറ്റും. ഒന്നീ ഡയറക്റ്റ്ലി നമ്മുടെ കയ്യിലുള്ള ഇൻസ്ട്രുമെന്റ് യൂസ് ചെയ്തിട്ട്, അല്ലെ ഇൻഡയറക്റ്റ് ആയിട്ടുള്ള റീഡിങ്, ഡിജിറ്റൽ റീഡിംഗ് അല്ലേ കാണിക്കാറുള്ളത്? വെയിങ് സ്കെയിലിനകത്ത് ഡിജിറ്റൽ ആയിട്ടുള്ള റീഡിംഗ് എഴുതി കാണിക്കും, ശരിയല്ലേ? അപ്പോൾ ഡയറക്റ്റ്ലിയോ ഇൻഡയറക്റ്റ്ലിയോ ഒരു ഇൻസ്ട്രുമെന്റ് യൂസ് ചെയ്ത് നിങ്ങൾക്ക് മെഷർ ചെയ്യാൻ പറ്റുന്ന എന്തിനെ നിങ്ങൾക്ക് എന്ത് വിളിക്കാം? യു ക്യാൻ കോൾ ഇറ്റ് ഫിസിക്കൽ ക്വാണ്ടിറ്റി. ഒന്ന് പറഞ്ഞു നോക്കിയ മനസ്സിൽ, എനിത്തിങ് ദാറ്റ് ക്യാൻ ബി മെഷേർഡ് ഡയറക്ട്ലി ഓർ ഇൻഡയറക്ട്ലി യൂസിങ് ആൻ ഇൻസ്ട്രുമെന്റ്. അപ്പോൾ ഇൻസ്ട്രുമെന്റ് സ്കെയിൽ ആവാം അല്ലേ, വെയിങ് ബാലൻസ് ആവാം, എന്തും ആവാം. ഏത് ഇൻസ്ട്രുമെന്റ് യൂസ് ചെയ്തിട്ടാണോ നിങ്ങൾ മെഷർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതാണ് നിങ്ങളുടെ ഇൻസ്ട്രുമെന്റ്. അത് വെച്ച് മെഷർ ചെയ്ത് കിട്ടിയ ഒരു സാധനം അതിന് നിങ്ങൾ ഫിസിക്കൽ ക്വാണ്ടിറ്റി എന്ന് പറയാം. ക്ലിയർ ആണോ? എങ്കിൽ നമുക്ക് നെക്സ്റ്റ് പഠിക്കേണ്ടത് നമ്മുടെ ഫിസിക്കൽ ക്വാണ്ടിറ്റിയെ ഡിവൈഡ് ചെയ്തേക്കുന്ന എത്ര ആയിട്ടാണ്. ഫിസിക്കൽ ക്വാണ്ടിറ്റിയെ നമ്മൾ ഡിവൈഡ് ചെയ്യുന്നത് മൊത്തം മൂന്നായിട്ടാണ് നമ്മൾ നമ്മുടെ ഫിസിക്കൽ ക്വാണ്ടിറ്റീസിനെ ഡിവൈഡ് ചെയ്യാൻ പോകുന്നത്. അതായത് PQ, ഫിസിക്കൽ ക്വാണ്ടിറ്റീസ്, ക്യാൻ ബി ഡിവൈഡഡ് ഇൻടു 3. ഒന്നാമത്തെയാണ് ഫണ്ടമെന്റൽ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ്. എന്താണ് മക്കളെ? ഫണ്ടമെന്റൽ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് എന്നാണ് ഒന്നാമത്തെ ക്ലാസിഫിക്കേഷൻ. രണ്ടാമത്തെ ക്ലാസിഫിക്കേഷനെ വിളിക്കുന്നതാണ് ഡിറൈവ്ഡ് ഫിസിക്കൽ ക്വാണ്ടിറ്റീസ്. എന്താണ്? ഡിറൈവ്ഡ് ഫിസിക്കൽ ക്വാണ്ടിറ്റീസ്. മൂന്നാമത്തേനെ വിളിക്കുന്ന പേര് സപ്ലിമെന്ററി ഫിസിക്കൽ ക്വാണ്ടിറ്റീസ്. അപ്പോൾ ഫിസിക്കൽ ക്വാണ്ടിറ്റി എന്തുവായിരുന്നു? എനിത്തിങ് ദാറ്റ് ക്യാൻ ബി മെഷർഡ് ഡയറക്ട്ലി ഓർ ഇൻഡയറക്ട്ലി. അതിനെ നമുക്ക് എന്ത് വിളിക്കാം? അതിനെ നമുക്ക് വിളിക്കാം ഫിസിക്കൽ ക്വാണ്ടിറ്റി. ഫിസിക്കൽ ക്വാണ്ടിറ്റി നമുക്ക് എത്ര ആയിട്ട് ഡിവൈഡ് ചെയ്യാം? ഫണ്ടമെന്റൽ ആയിട്ടുള്ള ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ഉണ്ട്, ഡിറൈവ് ചെയ്തെടുക്കുന്ന ഫിസിക്കൽ ക്വാണ്ടിറ്റി ഉണ്ട്, എക്സ്ട്രാ ആയിട്ട് കാണപ്പെടുന്ന സപ്ലിമെന്ററി ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ഉണ്ട്. അപ്പോൾ ഡിവൈഡ് ഇൻടു 3 ആണ്. മനസ്സിലായി? ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? അങ്ങനെയാണെങ്കിൽ ഓരോന്നായിട്ട് നമുക്ക് എടുക്കാം. ഇന്ന് നമുക്ക് ഫണ്ടമെന്റലും ഡിറൈവ്ഡും സപ്ലിമെന്ററി ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് എന്തുമായിരിക്കും എന്നായിരിക്കും ഈ ഒരു ക്ലാസ്സിൽ പഠിപ്പിക്കാൻ പോകുന്നത്. അത് സെറ്റ് ആയിരിക്കണം. ക്ലിയർ ആണല്ലോ? അപ്പോൾ ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റിയെ റെപ്രസെന്റ് ചെയ്യുന്ന n മൾട്ടിപ്ലൈഡ് ബൈ u, where n is a numerical value, u is your unit that is used for കമ്പാരിസൺ വേണ്ടി യൂസ് ചെയ്യുന്നത്. എന്നിട്ട് നമ്മൾ ഫിസിക്കൽ ക്വാണ്ടിറ്റിയുടെ ഡെഫിനിഷൻ പറഞ്ഞു, നോട്ട്ബുക്കിൽ നോട്ട് ചെയ്തേക്കണം. എനിത്തിങ് ദാറ്റ് ക്യാൻ ബി മെഷേർഡ്, അല്ലെ എനി ക്വാണ്ടിറ്റി, അങ്ങനെ പറഞ്ഞാലും മതി. എനി ക്വാണ്ടിറ്റി അല്ലെ ക്വാണ്ടിറ്റീസ് ദാറ്റ് ക്യാൻ ബി മെഷേർഡ് ഡയറക്ട്ലി ഓർ ഇൻഡയറക്ട്ലി യൂസിങ് ആൻ ഇൻസ്ട്രുമെന്റ്, അതിനെ ഫിസിക്കൽ ക്വാണ്ടിറ്റി എന്ന് പറയും. എങ്കിൽ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ആർ ഡിവൈഡഡ് ഇൻടു 3. ദാറ്റ് ഈസ് ഫണ്ടമെന്റൽ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ്, second one is derived physical quantities, and the third one is supplementary physical quantities. ഈ മൂന്നിൻ്റെയും വാക്കിൽ തന്നെ എല്ലാം കിടപ്പുണ്ട്. അപ്പം നമുക്ക് ഓരോന്നോരോന്നായിട്ട് പഠിച്ചാലോ? ഓക്കെ. അപ്പോൾ ഒന്നാമത്തെ ക്ലാസിഫിക്കേഷനിൽ നമുക്ക് പഠിക്കേണ്ടത്, ഒന്നാമത്തെ ക്ലാസിഫിക്കേഷൻ എന്താണ്? ഫണ്ടമെന്റൽ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് അല്ലേ? ഇതെല്ലാം നമുക്ക് ഏറ്റവും ആദ്യം പഠിക്കേണ്ടത് എന്താണ്?
നമ്മൾ ഇന്ന് 3 ടൈപ്സ് ഓഫ് ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് എന്തുവാന്ന് മാത്രമേ പഠിക്കത്തുള്ളൂ. ഓക്കെ അല്ലേ? ഓക്കെ. എങ്കിൽ ഫണ്ടമെന്റൽ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് എന്താണ്? എടാ മക്കളെ, അത് പറയുന്നതിന് മുമ്പ് ഞാൻ ഒന്ന് ചോദിച്ചോട്ടെ, നിങ്ങൾക്ക് ഇംഗ്ലീഷ് പഠിക്കണമെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ ഇംഗ്ലീഷിലെ ഗ്രാമർ പഠിക്കണം, നിങ്ങൾക്ക് ബേസിക് ആയിട്ട് എന്തറിഞ്ഞിരിക്കണം? ഫണ്ടമെന്റൽ എന്ന് പറഞ്ഞാൽ എപ്പോഴും അറിയാം, ഫൗണ്ടേഷൻ എന്നാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ? ഫണ്ടമെന്റൽ ആയിട്ടുള്ള കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം അല്ലേ? അപ്പോൾ ഈ ഫണ്ടമെന്റൽ എന്ന് ഉദ്ദേശിക്കുന്നത്, നിങ്ങൾക്ക് ഇംഗ്ലീഷിൽ ഒരു പുസ്തകം എഴുതണമെന്ന് വിചാരിച്ചു, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇംഗ്ലീഷ് സംസാരിക്കണം എന്ന് വിചാരിച്ചു, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇംഗ്ലീഷ് മനസ്സിലാവണം എന്ന് വിചാരിച്ചു, ഫണ്ടമെന്റൽ ആയിട്ട് എന്തറിഞ്ഞിരിക്കണം? നിങ്ങൾ ABCD അറിഞ്ഞിരിക്കണം, ABCD വരെ അറിഞ്ഞിരിക്കണം അല്ലേ? അതായത് ഒരു 26 ആൽഫബറ്റ്സ് ഉണ്ട്, ആ 26 ആൽഫബറ്റ്സ് നിങ്ങൾ അറിഞ്ഞിരിക്കണം. അങ്ങനെ അറിയാമെങ്കിൽ, ഫണ്ടമെന്റൽസ് നിങ്ങൾക്ക് അറിയാമെങ്കിൽ, നിങ്ങൾക്ക് ഇംഗ്ലീഷ് സുഖമായി പറയുകയോ എഴുതുകയോ എന്ത് വേണം ചെയ്യാം. അതുപോലെയാണ് ഫണ്ടമെന്റൽ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ്. ഫണ്ടമെന്റൽ ആയിട്ട് 7 ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ഡിഫൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇംഗ്ലീഷിൽ ആൽഫബറ്റ്സ് 26 പറഞ്ഞു വെച്ചിട്ടുണ്ടല്ലോ, നമ്മൾ കുഞ്ഞിലെ തൊട്ട് പഠിക്കുന്നതല്ലേ. അതേപോലെ ഫിസിക്സിൽ യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റിൽ 7 ഫണ്ടമെന്റൽ ആയിട്ടുള്ള ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ഡിഫൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ 7 നിങ്ങൾക്ക് അറിയാമെങ്കിൽ നിങ്ങൾക്ക് അതിനകത്ത് എന്ത് ചെയ്യാൻ പറ്റും? ഡിറൈവ്ഡ് ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് കണ്ടുപിടിക്കാൻ പറ്റും. ഡിറൈവ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 7-നകത്തുനിന്ന് കണ്ടുപിടിക്കുന്നല്ല. മനസ്സിലായല്ലോ? നമ്മൾ ഫണ്ടമെന്റൽ ഫോഴ്സസ്, ഡിറൈവ്ഡ് ഫോഴ്സസ് എന്ന് പറഞ്ഞത് കൂട്ട് തന്നെ. നേച്ചറിൽ നേരത്തെ തൊട്ട് എക്സിസ്റ്റ് ചെയ്യുന്ന ഫോഴ്സസിനെ നമ്മൾ ഫണ്ടമെന്റൽ ഫോഴ്സസ് പറഞ്ഞെങ്കിൽ, നേരത്തെ തൊട്ട് നമ്മൾ ഡിഫൈൻ ചെയ്ത് വെച്ചേക്കുന്ന ഒരു 7 യൂണിറ്റ്സ് ഉണ്ട്, അല്ലെങ്കിൽ 7 ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ഉണ്ട്. അതാണ് ഫണ്ടമെന്റൽ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ്. അപ്പോൾ അതിൻ്റെ ഡെഫിനേഷൻ ഒന്ന് എഴുതിയാലോ? ഫണ്ടമെന്റൽ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ആർ ദോസ് quantities that do not depend on other physical quantities. അല്ലെ പറയാം, ഇൻഡിപെൻഡന്റ് എക്സിസ്റ്റൻസ് ഉള്ള ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് എന്ന് നമുക്ക് പറയാം. മക്കളെ പറഞ്ഞ മനസ്സിലായല്ലോ? അപ്പോൾ നമ്മൾ ഫണ്ടമെന്റൽ ഫിസിക്കൽ ക്വാണ്ടിറ്റീസിന്റെ ഡെഫിനിഷൻ എന്താ എഴുതിയേക്കുന്നത്? ദോസ് ക്വാണ്ടിറ്റീസ് ദാറ്റ് ഡു നോട്ട് ഡിപ്പെൻഡ് ഓൺ എനി അതർ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ്. അവൻ വേറെ ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റിയും ഡിപ്പെൻഡ് ചെയ്യുന്നില്ല, അവൻ സ്വന്തമായിട്ട് എക്സിസ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതായത് ഫോർ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ആ 7 ഫണ്ടമെന്റൽ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് അങ്ങോട്ട് താഴോട്ട് എഴുതിയിടുമ്പോൾ നിങ്ങൾക്ക് കാര്യം മനസ്സിലാവുന്നത് വേണം. ഒന്നാമത്തെ ഞാൻ എഴുതിക്കോട്ടെ. ഒന്നാമത്തെ ഫണ്ടമെന്റൽ ഫിസിക്കൽ ക്വാണ്ടിറ്റി നിങ്ങൾക്ക് അറിയാവുന്നതായിരിക്കും, മാസ്. മാസ് എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടി ലെങ്തിൻ്റെ ആവശ്യമുണ്ടോ? ഇല്ല. മാസ് എക്സ്പ്രസ് ചെയ്യാനായിട്ട് ടൈമിൻ്റെ ആവശ്യമുണ്ടോ? ഇല്ല. മാസ് എക്സ്പ്രസ് ചെയ്യാനായിട്ട് ഇലക്ട്രിക് കറണ്ട് വേണോ? വേണ്ട. മാസ് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് എക്സിസ്റ്റ് ചെയ്യുന്ന സാധനം, അവൻ വേറെ ആരുടെ സഹായം വേണ്ട അവൻ എക്സ്പ്രസ് ചെയ്യാനായിട്ട്. അപ്പം മാസ് ഒരു ഫണ്ടമെന്റൽ ഫിസിക്കൽ ക്വാണ്ടിറ്റിയാണ്. മാസിൻ്റെ SI യൂണിറ്റ് നമ്മൾ അറിഞ്ഞിരിക്കണം, അതിൻ്റെ സിമ്പൽ നമ്മൾ അറിഞ്ഞിരിക്കണം. ഇത്രയും നമ്മൾ കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. എന്തൊക്കെയാ? മാസ്, അതിൻ്റെ SI യൂണിറ്റ്, അതിൻ്റെ സിമ്പൽ, ഇത്രയും കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കുന്നത്. അപ്പം മാസിൻ്റെ SI യൂണിറ്റ് എന്തോ മക്കളെ എന്ന് പറഞ്ഞു? മാസ് എക്സ്പ്രസ് ചെയ്യുന്ന എന്തിലാ? കിലോഗ്രാം അല്ലേ? എന്തിലാ? കിലോഗ്രാം. നമ്മൾ എങ്ങനെ എഴുതുന്ന സിമ്പൽ? kg അല്ലേ? എങ്കിൽ രണ്ടാമത്തെ ഫിസിക്കൽ ക്വാണ്ടിറ്റിയാണ് മക്കളെ ലെങ്ത്. എന്താണ്? ലെങ്ത്. ലെങ്ത് ഒരു ഫണ്ടമെന്റൽ ഫിസിക്കൽ ക്വാണ്ടിറ്റിയാണ്. ഫണ്ടമെന്റൽ ഫിസിക്കൽ ക്വാണ്ടിറ്റിക്ക് വേറൊരു പേരോട് പറയും, ബേസ് ക്വാണ്ടിറ്റീസ്. ബേസ് ക്വാണ്ടിറ്റീസ് എന്നും പറയാറുണ്ട്. മറ്റൊരു പേരാണ് ബേസ് ക്വാണ്ടിറ്റീസ്. ഒന്ന് ഓർത്ത് വെച്ചേക്കണേ, ബേസ് ക്വാണ്ടിറ്റീസ്, അതായത് ബേസിക് ആയിട്ടുള്ള ക്വാണ്ടിറ്റീസ്. അപ്പോൾ ഒന്നാമത്തെ ഫണ്ടമെന്റൽ ഫിസിക്കൽ ക്വാണ്ടിറ്റി മാസ് അല്ലായിരുന്നു. മാസിൻ്റെ SI യൂണിറ്റ് കിലോഗ്രാം അല്ലേ? സിമ്പിൾ kg എന്നാണ് എക്സ്പ്രസ് ചെയ്യുന്നത്. ഞാൻ പറയണ്ട, നിങ്ങൾക്കറിയാം. എങ്കിൽ അടുത്ത ലെങ്ത് അല്ലേ? ലെങ്തിൻ്റെ SI യൂണിറ്റ് എന്താ? മീറ്റർ. ശരിയല്ലേ? എന്താണ്? മീറ്റർ. സിമ്പിൾ എങ്ങനെ? M. ശരിയല്ലേ? എങ്കിൽ മൂന്നാമത്തെ ഫണ്ടമെന്റൽ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് എന്താണ് മക്കളെ? ടൈം, സമയം. ടൈമിൻ്റെ SI യൂണിറ്റ് എന്താ? നിങ്ങൾക്കറിയാം, സെക്കൻഡ് അല്ലേ? റെപ്രസെന്റ് ചെയ്യുന്ന എങ്ങനെ? സ്മോൾ s. ശരിയല്ലേ? നാലാമത്തെ ഫിസിക്കൽ ക്വാണ്ടിറ്റി, അതായത് മാസ്, ലെങ്ത്, ടൈം കഴിഞ്ഞു T വെച്ച് തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നത് ടെമ്പറേച്ചർ. എന്താണ്? ടെമ്പറേച്ചർ. ടെമ്പറേച്ചറിന്റെ എന്താണ് മക്കളെ? കെൽവിൻ. ടെമ്പറേച്ചറിന്റെ എന്താണ് SI യൂണിറ്റ്? കെൽവിനാണ്, സ്റ്റാൻഡേർഡ് ഇന്റർനാഷണൽ യൂണിറ്റ്. അതിനെ റെപ്രസെന്റ് ചെയ്യുന്നതാണ് മക്കളെ K എന്ന് പറഞ്ഞ ലെറ്റർ യൂസ് ചെയ്തിട്ടാണ്. എങ്കിലേ അഞ്ചാമത്തെ നോക്കിക്കുക എന്താണെന്ന്. അഞ്ചാമത്തെയാണ് ഇലക്ട്രിക് കറണ്ട്. 10ാം ക്ലാസ്സിൽ പഠിച്ചൊരു നോസ്റ്റാൾജിയ നിങ്ങൾക്ക് അടിക്കുന്നുണ്ടായിരിക്കും മനസ്സിൽ, ഇലക്ട്രിസിറ്റി എന്ന് പറഞ്ഞ ചാപ്റ്റർ അല്ലേ? ഇലക്ട്രിക് കറണ്ടിൻ്റെ SI യൂണിറ്റ് എന്താ നിങ്ങൾ പഠിച്ചത്? പറഞ്ഞേ. അതാണ് ആംപിയർ അല്ലേ? ആംപിയറിൻ്റെ സിമ്പിൾ എങ്ങനെയാ? നമ്മൾ A എന്ന് എഴുതാം. അതായത് ഇലക്ട്രിക് കറണ്ടിനെ നമ്മൾ
എ എന്ന് നമുക്ക് ഡിനോട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. ക്ലിയർ ആണോ? ആംപിയർ എ. ഓക്കെ, ഇനി ആറാമത്തത്. അപ്പോൾ ഇലക്ട്രിക് കറണ്ടിന്റെ SI യൂണിറ്റ് ആംപിയർ ആണ്, സിമ്പിൾ എഴുതുന്നത് എ എന്നാണ്. ക്ലിയർ ആണോ പറഞ്ഞത്? ഓക്കെ. ഇനി വേണമെങ്കിൽ നമുക്ക് മാസിന്റെ താണ്ട ഇങ്ങനെ മാസിനെ റെപ്രസെന്റ് ചെയ്യാം. M ക്യാപിറ്റൽ M, ലെങ്ത്തിന് L എന്ന് റെപ്രസെന്റ് ചെയ്യാം. T ടൈമിന്, ഇതിന് T തന്നെ യൂസ് ചെയ്യുന്നത്. ഇലക്ട്രിക് കറണ്ടിന് I. നമ്മൾ ഫിസിക്കൽ ക്വാണ്ടിറ്റിയെ റെപ്രസെന്റ് ചെയ്യുന്നത് ഇങ്ങനെയാണ്. SI യൂണിറ്റ്സിന്റെ സിമ്പിളാണ് ഞാൻ എഴുതിയിട്ടേക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇലക്ട്രിക് കറണ്ടിന്റെ SI യൂണിറ്റ് എന്താണ്? ആംപിയർ ആണ്. ശരിയാണോ മക്കളെ? ആംപിയർ റെപ്രസെന്റ് ചെയ്യുന്ന സിമ്പിൾ ഉണ്ടല്ലോ, എ എന്ന് പറയുന്ന സിമ്പിൾ. ക്ലിയർ അല്ലേ ഞാൻ പറഞ്ഞത്? ഓക്കെ ആണോ? ശരി, എങ്കിൽ അടുത്തതാണ്. അപ്പോൾ ഇലക്ട്രിക് കറണ്ട് കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് നമുക്ക് പറയാനുള്ളതാണ് ലൂമിനസ് ഇന്റൻസിറ്റി. എന്താണ് ലൂമിനസ് ഇന്റൻസിറ്റി? അതായത് ലൂമിനസ് ബോഡീസ് എന്ന് പറഞ്ഞാൽ എന്താ? ലൈറ്റ് എമിറ്റ് ചെയ്യുന്ന ഒരു ബോഡിയെ നമുക്ക് എന്ത് പറയാം? ലൂമിനസ് ബോഡി എന്ന് പറയാം. ഇപ്പൊ മൂൺ, രാത്രിയിൽ മൂൺ ലൈറ്റ് എമിറ്റ് ചെയ്യുന്നില്ലേ? ഉണ്ട്. സണ്ണിന്റെ ആ കിട്ടുന്നെങ്കിലും അതെന്ത് ചെയ്യുന്നുണ്ട്? ലൈറ്റ് എമിറ്റ് ചെയ്യുന്നുണ്ട് മൂൺ. നമ്മുടെ ബൾബ് എടുത്ത് നോക്കിക്കോ, ബൾബിനകത്തൂടെ ലൈറ്റ് വരുന്നില്ലേ? അപ്പോൾ ഒരു ഒബ്ജക്റ്റീവ് ലൈറ്റ് എമിറ്റ് ചെയ്യുന്നെങ്കിൽ അതൊരു ലൂമിനസ് ബോഡിയാണെന്ന് പറയും. ആ ലൈറ്റ് എനർജിയെ എക്സ്പ്രസ് ചെയ്യാനായിട്ട്, അല്ലെ എന്തുമാത്രം ലൈറ്റാണ് അത് എമിറ്റ് ചെയ്തത്, അതിൻ്റെ ഇൻറ്റൻസിറ്റി പറയാനായിട്ട്, അല്ല അതിൻ്റെ എനർജി, ലൈറ്റ് എനർജി എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നത്? ലൂമിനസ് ഇൻറ്റൻസിറ്റി എന്ന് പറയുന്ന ഫിസിക്കൽ ക്വാണ്ടിറ്റി യൂസ് ചെയ്യുന്നത്. അതിനെ ഓർത്ത് വെക്കാൻ വേണ്ടി ഏറ്റവും എളുപ്പമുള്ള സാധനം ക്യാൻഡിൽ കത്തിക്കുമ്പോൾ ലൈറ്റ് എമിറ്റ് ചെയ്യാറില്ല. അപ്പോൾ ഇതിൻ്റെ യൂണിറ്റിന് അതുമായിട്ട് സാമ്യമുണ്ട്. ക്യാൻഡല എന്നാണ് യൂണിറ്റ് ലൂമിനസ് ഇൻറ്റൻസിറ്റിയുടെ. എന്താണ്? ക്യാൻഡല. അതിനെ റെപ്രസെന്റ് ചെയ്യുന്നത് CD എന്നാണ്. എന്താണ്? CD. എങ്കിൽ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ഫിസിക്കൽ ക്വാണ്ടിറ്റി നമ്മൾ പഠിക്കാൻ പോകുന്നത് എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ്. ഇതെവിടെ പഠിച്ചതാ മക്കളെ? എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് 10ൽ പഠിച്ചതല്ലേ കെമിസ്ട്രിയിൽ? +1 നിങ്ങൾ പഠിക്കുന്നതല്ലേ ബേസിക് കൺസെപ്റ്റ്സ് ഓഫ് കെമിസ്ട്രി പഠിക്കുമ്പോൾ? അവിടെയും നിങ്ങൾ എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് പഠിക്കും. എന്താണ് എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസിന്റെ യൂണിറ്റ് അല്ല SI യൂണിറ്റ്? ശരിയാണ്, മോൾ. എന്താണ്? മോൾ. മോൾ റെപ്രസെന്റ് ചെയ്യുന്ന എങ്ങനെയാണെന്നറിയോ? അതിന്റെ സിമ്പല് MOL എന്ന് എഴുതിയാൽ മതി. MOL. ഈ വേണ്ട. അപ്പൊ മക്കളെ, ഇതാണ് 7 ഫണ്ടമെന്റൽ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ്. 7 ഫണ്ടമെന്റൽ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ്. ഈ 7 എണ്ണമാണ്. മാസ്, ലെങ്ത്, ടൈം, ടെമ്പറേച്ചർ, ഇലക്ട്രിക് കറണ്ട്, ലൂമിനസ് ഇന്റൻസിറ്റി, എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ്. SI യൂണിറ്റ് മാസിന്റെ കിലോഗ്രാം ആണ്, ലെങ്ത്തിന്റെ മീറ്റർ ആണ്, ടൈമിന്റെ സെക്കൻഡ് ആണ്, ടെമ്പറേച്ചറിന്റെ കെൽവിൻ ആണ്, ഇലക്ട്രിക് കറണ്ടിന്റെ ആംപിയർ ആണ്, ലൂമിനസ് ഇന്റൻസിറ്റി ആ ഇന്റൻസിറ്റി പറയുന്നത് കാൻഡിലയിലാണ്, എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് മോളിലാണ് പറയുന്നത്. ഒന്ന് പോസ് ചെയ്യുക, നോട്ട് ചെയ്തിടുക ഈ കോളം. ഈ ഒരു ടേബിൾ നിങ്ങൾ വരച്ചിട്ടേക്കാം. അപ്പോൾ നമുക്ക് നോട്ട് ചെയ്തോ? അപ്പോൾ എല്ലാവർക്കും ഫണ്ടമെന്റൽ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് മനസ്സിലായില്ലേ? ഇവരാണ് ഫണ്ടമെന്റൽ ആയിട്ടുള്ള 7 ഫിസിക്കൽ ക്വാണ്ടിറ്റീസ്. ഇവരെ 7 പേരെ അറിയാമെങ്കിൽ നമുക്ക് ഇതിനകത്തുനിന്ന് എത്ര വേണമെങ്കിലും ഇൻഫിനിറ്റ് നമ്പർ ഓഫ് ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് എന്ത് ചെയ്തെടുക്കാം? ഡിറൈവ് ചെയ്തെടുക്കാം. അതാണ് നെക്സ്റ്റ് നമ്മുടെ ക്ലാസിഫിക്കേഷൻ. ഡിറൈവ്ഡ് ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ആണ്. നമുക്ക് കുറച്ചൊക്കെ പറയാൻ പറ്റത്തുള്ളൂ. എത്ര എന്ന് പറഞ്ഞാൽ പറയുന്നത്? കാരണം ഒരുപാടുണ്ട്. പ്ലെന്റി ഓഫ് ഡിറൈവ്ഡ് ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ഉണ്ട്. ബിക്കോസ് ഡിറൈവ്ഡ് ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ആർ ദോസ് ക്വാണ്ടിറ്റീസ് വിച്ച് ആർ ഡിറൈവ്ഡ് ഫ്രം ഫണ്ടമെന്റൽ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് അല്ലെ ബേസ് ക്വാണ്ടിറ്റീസ്. ഇവരാ ഫണ്ടമെന്റൽ ആയിട്ടുള്ള 7 ആൾക്കാർ. ഇവരെ അറിയാമെങ്കിൽ ബാക്കി എല്ലാ സാധനം പൊളിയായിട്ട് ചെയ്യാൻ പറ്റും. ക്ലിയർ ആയല്ലോ? മാസ്, ലെങ്ത്, ടൈം, ടെമ്പറേച്ചർ, ഇലക്ട്രിക് കറണ്ട്, ലൂമിനസ് ഇന്റൻസിറ്റി, എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ്. ഇപ്പൊ തന്നെ അങ്ങ് പഠിച്ചേക്കുക. മനസ്സിൽ പറഞ്ഞു നോക്കുക. 7 എണ്ണത്തിന്റെ യൂണിറ്റും സിമ്പലും. എന്താ ഫണ്ടമെന്റൽ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ്? അവർക്ക് വേറെ ഒരു ക്വാണ്ടിറ്റിയുടെ ആവശ്യമില്ല. അവരെ എക്സ്പ്രസ് ചെയ്യാനായിട്ട് അല്ല അവരെ കാണിക്കാനായിട്ട്. മാസ് ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഒരു ക്വാണ്ടിറ്റിയാണ്. ടൈം ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ക്വാണ്ടിറ്റിയാണ്. ടൈമിന് മാസിൻ്റെ ആവശ്യമുണ്ടോ? ഇല്ല. ടൈമിന് വേറെ ഏതെങ്കിലും ഫിസിക്കൽ ക്വാണ്ടിറ്റിയുടെ ആവശ്യമുണ്ടോ എക്സ്പ്രസ് ചെയ്യാനായിട്ട്? വേണ്ട, അതിൻ്റെ ആവശ്യമില്ല. മനസ്സിലായല്ലോ? അപ്പോൾ അത്തരം ഫിസിക്കൽ ക്വാണ്ടിറ്റീസിനെ നിങ്ങൾ എന്ത് വിളിക്കുന്നു? ഫണ്ടമെന്റൽ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ്. ക്ലിയർ? ഒന്നാമത്തെ ക്ലാസിഫിക്കേഷൻ കഴിഞ്ഞല്ലോ ഫിസിക്കൽ ക്വാണ്ടിറ്റിയുടെ. എങ്കിൽ രണ്ടാമത്തേൽ പോവാം. അതായത് 9ലെ കുറേ കാര്യങ്ങൾ നമ്മൾ ഇപ്പോൾ പറഞ്ഞു പോയിട്ടുണ്ട്. 9th ഇതൊക്കെ പഠിക്കുന്നതാണ്. ശരിയല്ലേ? അപ്പോൾ നോക്കിയേ മക്കളെ,
നെക്സ്റ്റ് നമുക്ക് രണ്ടാമത്തെ പറയാനുള്ളത് ഡിറൈവ് അല്ലേ, ഡിറൈവ്ഡ് ഫിസിക്കൽ ക്വാണ്ടിറ്റീസ്. ഞാൻ ആ PQ എന്നങ്ങ് എഴുതിയുള്ളൂ, നിങ്ങൾ നോട്ട്ബുക്കിൽ ഒന്നുകൂടെ എക്സ്പാൻഡ് ചെയ്ത് എഴുതിയേക്കണം. അപ്പോൾ ഡിറൈവ്ഡ് ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് എന്താ? എടാ മക്കളെ നമ്മുടെ പേരിൽ തന്നെ നടപ്പുണ്ട്, ഡിറൈവ്ഡ് ആണ്, ഡിറൈവ് ചെയ്തെടുക്കുന്നതാ. എവിടുന്ന് ഡിറൈവ് ചെയ്തെടുക്കുന്നതാ? ഫണ്ടമെന്റൽ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ്. അപ്പോൾ ദോസ് ക്വാണ്ടിറ്റീസ് ദാറ്റ് ആർ ഡിറൈവ്ഡ്, എവിടുന്നാണ് ഡിറൈവ് ചെയ്തെടുക്കുന്നത്? അതാണ് ഡിറൈവ്ഡ് ഫ്രം ഫണ്ടമെന്റൽ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ്. ഫണ്ടമെന്റൽ ആയിട്ടുള്ള ഫിസിക്കൽ ക്വാണ്ടിറ്റീസിന് ഡിറൈവ് ചെയ്തെടുക്കുന്ന ക്വാണ്ടിറ്റീസിനെ നിങ്ങൾ എന്ത് വിളിക്കും? ഡിറൈവ്ഡ് ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് എന്ന് പറയും. ഫണ്ടമെന്റൽ ഫിസിക്കൽ ക്വാണ്ടിറ്റി എത്ര എണ്ണം ഉണ്ടായിരുന്നു? 7 എണ്ണം ഉണ്ടായിരുന്നു. എങ്കിൽ ഡിറൈവ്ഡ് ഫിസിക്കൽ ക്വാണ്ടിറ്റി എത്ര എണ്ണം ഉണ്ട്? ഇൻഫിനിറ്റ് നമ്പർ. എത്ര വേണമെങ്കിലും നിങ്ങൾക്ക് ഡിറൈവ് ചെയ്തെടുക്കാം, ഒരുപാടുണ്ട്. നിങ്ങളുടെ ആ 7 ഫണ്ടമെന്റൽ ഫിസിക്കൽ ക്വാണ്ടിറ്റി ഇല്ലേ, അതിൽ നിന്ന് ആവശ്യം പോലെ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് നിങ്ങൾക്ക് എന്ത് ചെയ്തെടുക്കാം? ഡിറൈവ് ചെയ്തെടുക്കാം.